ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഗതിമാൻ എക്സ്പ്രസിൻ്റെ യാത്രയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതും ഗതിമാൻ എക്സ്പ്രസിൻ്റെ യാത്ര വീഡിയോ ആണ്. തിരിച്ച് നമ്മൾ നിസാമുദ്ദീൻ പോവാണ്. എക്സിക്യൂട്ടീവ് ചേർക്കാനാണ് നമ്മൾ ഇത്തവണ പോകുന്നത്. അപ്പോൾ നമ്മൾ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ആദ്യം കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാം ഝാൻസി. അപ്പോൾ ഞാൻ പണ്ട് ഝാൻസിയിൽ വന്നിട്ടുണ്ടേ, അതിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ഗതിമാൻ വന്നത്, ഗതിമാൻ ഇവിടെ ഒന്നിലാണ് വന്നത്, പക്ഷെ അവർ എടുത്തുകൊണ്ട് പോയി. കാരണം വേറെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരാനുണ്ടല്ലോ. അപ്പം നമുക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും പോയി നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി 7 കൊണ്ടിട്ട് കണ്ടാ. അപ്പോൾ നമ്മുടെ വണ്ടി 7 നിന്നാണ് തിരിച്ച് പുറപ്പെടുന്നത്, 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അതെന്തായാലും കൊള്ളാം, ഒന്നിലല്ല. ഞാൻ ഗതിമാൻ വന്നാൽ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടി നോക്കിയപ്പോൾ ഭയങ്കര കോമഡിയാണ്. ഗതിമാൻ 12:30 വരും. എന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി കുറേ വണ്ടിയുണ്ട്. നമ്മുടെ തിരുനെൽവേലി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയുണ്ട്, പിന്നെ മുംബൈയിൽ നിന്ന് വരുന്ന പഞ്ചാബ് മെയിലുണ്ട്, മുംബൈയിൽ ഫിറോസ്പൂർ എന്ന പഞ്ചാബ് മെയിൽ, അങ്ങനെ കുറേ വണ്ടിയുണ്ട്. ഈ വണ്ടിയെല്ലാം ഡൽഹി എത്തണ ഒരു 8, 8:15, 8:30 റേഞ്ചാണ്. പക്ഷേ 3 മണിക്ക് വിടുന്ന ഗതിമാന് ഡൽഹി എത്തുന്നത് 7:30. എന്നാലും ചെയ്യിക്കേ. അപ്പോൾ ഗതിമാൻ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം ഓൺ ദ വേ ഇട്ട് ഓട്ടേക്ക് അടിക്കും. ഇവിടെ 4, 5 പ്ലാറ്റ്ഫോം വരെ ഉള്ളത്. 7, 8 പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങോട്ടങ്ങോട്ട് മാറി കേട്ടോ. അതെവിടെയാണെങ്കിലും തപ്പിപ്പിടിക്കണേ. ഇനി 5 വരെ ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരു വണ്ടിയിൽ കയറാൻ വേണ്ടി ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ? ഇത് ഏത് വണ്ടിയെന്ന് നോക്കാം. ഇത് നമ്മുടെ കോയമ്പത്തൂർക്ക് വന്ന വണ്ടി, മറ്റേ നിസാമുദ്ദീൻ കോയമ്പത്തൂർ എക്സ്പ്രസ്. ആ വണ്ടിയാണിത്. സേലം ഡിവിഷന്റെ വണ്ടിയാണിത്. കൊങ്കു എക്സ്പ്രസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേരെന്ന് പറയുന്നുണ്ട്, കൊങ്കു എക്സ്പ്രസ്. ഞാനന്ന് മറ്റേ കൊറമണ്ടലിന് പോയിട്ട് തിരിച്ചു വന്നില്ല, അത് ഈ വണ്ടിക്കാണ് കോയമ്പത്തൂർക്ക് വന്നേ, മറ്റേ ചെന്നൈ കോയമ്പത്തൂർ. ഈ ഒരു സെയിം സ്ഥലത്ത് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് WAG12 ലോക്കോ കാണുന്നത്. അത് കണ്ട് ഭ്രാന്ത് പിടിച്ച് ഞാൻ പോയി പിക്ക് എടുക്കാൻ ചെയ്തത്. ആ പിക്ക് ഞാൻ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ കൊണ്ട്. ഇതാണ് അന്ന് എടുത്ത പിക്ക്. ഇത് എപ്പോഴാന്ന് വെച്ചാൽ അന്ന് ഇന്ത്യ ഓൺ റെയിൽസ് നടന്നപ്പോൾ ഞാൻ സുഹൃത്തായിട്ടും കൂടെ ഗതിമാനിൽ കയറി ഇവിടെ വന്നായിരുന്നു. എൻ്റെ തിരിച്ചു പോകാൻ വേണ്ടി മറ്റേ വൈശാഖ് സ്റ്റീൽ സമര എക്സ്പ്രസ്സിന് നാഗ്പൂർ പോകാൻ വേണ്ടി ഇവിടെ കുറേ നേരം നിന്നു, ഇവിടെ ഝാൻസിയിൽ. അപ്പോൾ ആ ടൈമിൽ കിട്ടിയാണ്. അപ്പോൾ അന്ന് ഒരു ഝാൻസി വന്നായിരുന്നു. ഇത് സെക്കൻഡ് ടൈമാണ്. എനിക്ക് ഇവിടെ വന്നപ്പോഴേക്ക് ആ ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നു. അടിപൊളി ഒരു യാത്രയായിരുന്നത് ഇന്ത്യ ഓൺ റീൽസ്. നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് ഡയറക്റ്റ് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു നിസാമുദ്ദീൻ കോയമ്പത്തൂർ ഈ കൊങ്കു എക്സ്പ്രസ്സിന് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ അതിനെടുത്തിട്ട് നിങ്ങൾക്ക് കോയമ്പത്തൂർ ഇറങ്ങിയാൽ രാവിലെ 6:30 ആകുമ്പോൾ കോയമ്പത്തൂർ എത്തും. ഓൺ ടൈം ആണെങ്കിൽ അതിവിടുന്ന് പുറപ്പെടാൻ പോവാം. അതാണ്. അപ്പോൾ ഇത് രാവിലെ 6:30 ആകുമ്പോൾ കോയമ്പത്തൂർ എത്തും. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറകിൽ വരുന്ന രപ്തിസാഗർ, പിന്നെ ആ സ്ലോട്ടിൽ കുറേ വണ്ടിയുണ്ട്. പിന്നെ 8 മണിക്ക് ശബരി എക്സ്പ്രസ് ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇതിന് മിക്കവാറൊക്കെ ടിക്കറ്റ് ഉണ്ടാവേണ്ടതാണ് ഈ കൊങ്കു എക്സ്പ്രസ്സിന്. കാരണം ഇത് എല്ലാ ദിവസവും ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നിസാമുദ്ദീനിലേക്ക് തിരിച്ച് മറ്റേ പഞ്ചാബ് മെയിലിന് പോകാനായിരുന്നു. അതിന് ടിക്കറ്റ് എടുക്കാൻ നന്നായി. കാരണം ആ വണ്ടി ഇന്ന് 3 മണിക്കൂർ ലേറ്റാണ്. അത് ഇവിടെ 2:15 എന്തോ എത്തേണ്ടതാണ്. അത് ഇന്ന് വരുമ്പോഴേക്കും മിക്കവാറും 3, 4, 5, 5:15, 5:30 ആവും. എടുക്കാൻ തന്നെ, അല്ലെങ്കിൽ നട്ടപ്പാതിരേക്ക് ഡൽഹി എത്തിയാണ്. പൊറണ ചിക്കൻ്റെ പരസ്യം ഒട്ടിച്ച ഒരു WAP7 വരുന്നത് തിരുനെൽവേലി ശ്രീമാതാ വൈഷ്ണവദേവി കട്ര എക്സ്പ്രസ്. ആ വണ്ടിയാണ് ഇത്. കണ്ടോ, തിരുനെൽവേലിയിൽ നിന്ന് വരുന്ന വണ്ടിയാണിത്. തിരുനെൽവേലിയിൽ നിന്ന് കട്ര വരെ പോകുന്ന വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ 4ാമത്തെ ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ആട്ടോ. പിന്നെ വേൾഡിലെ 40th ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിനാണ് ഈ തിരുനെൽവേലി കട്ര എക്സ്പ്രസ്. നല്ല ലുക്കുള്ള ഒരു WAP4 അല്ലേ ഇത്. ഖജുരാഹോ ഉണ്ടല്ലോ, ഖജുരാഹോ. എൻ്റെ ദൈവമേ, അതിൻ്റെ ജനറലിലെ തിരക്ക് നോക്ക്. ഖജുരാഹോ എന്ന രാജസ്ഥാനിലെ ഉദയ്പൂരിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണിത്. പിന്നെ സ്ലീപ്പർ വരെ കുത്തി നിറച്ച ആൾക്കാരാണ്. നോക്ക്, ഇതെന്താ കൊറമണ്ടൽ എക്സ്പ്രസിന്റെ വല്ല വേറെ അവതാരം വല്ലതാണോ? ഇതെന്താണിത്? സ്ലീപ്പറിലൊക്കെ കുത്തി നിറച്ച ആൾക്കാർ. നോക്ക്, എല്ലാവരും സ്റ്റാൻഡിങ് ആണ് അതിനകത്ത്.
ഇത് പൂനെന്ന് ജമ്മു തവിക്ക് പോകുന്ന ജലം എക്സ്പ്രസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. ജലം മറ്റേ ജലം നദി അറിയത്തില്ലേ, ശ്രീനഗറിൽ കൂടെ ഒഴുകുന്ന നദി. അപ്പോൾ ആ നദിയുടെ പേരിലുള്ളൊരു വണ്ടിയാണിത്, ജലം എക്സ്പ്രസ്. പൂനെന്ന് വരുന്ന ഈ പോകുന്ന വണ്ടിയെല്ലാം നമ്മുടെ ഗതിമാൻ ഓവർടേക്ക് അടിക്കുന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഈ പോകുന്ന വണ്ടിയെല്ലാം നമ്മളെത്തിയിട്ട് അതിൻ്റെ ബാക്കിൽ ഇതെല്ലാം എത്തത്തുള്ളൂ. ഇതെല്ലാം 8:15, 8:30, 8:45 റേഞ്ചിൽ ഡൽഹി എത്തണ വണ്ടി ഇതെല്ലാം. ഇവിടെ എങ്ങനെ 7 വട്ടം പ്ലാറ്റ്ഫോം വരുന്നതെന്ന് അറിയാമോ? ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. 1ന്റെ സൈഡിലായിട്ട് അതാണ് 7ാമത്തെ പ്ലാറ്റ്ഫോം. നമ്മുടെ ഗതിമാൻ അവിടെ കിടപ്പുണ്ട്. 8 വേണ്ട അങ്ങേ സൈഡിലാണ് 8. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. 7ാമത്തെ പ്ലാറ്റ്ഫോം തന്നെ ഇവിടെയാണ്, 1ന്റെ ഏറ്റവും അങ്ങേ അറ്റത്താണ്. തിരിച്ചുള്ള യാത്രയ്ക്ക് നമ്മൾ ഗതിമാൻ എക്സ്പ്രസ്സിൽ കയറുമ്പോഴാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർ കാർ ഏറ്റവും ഫ്രണ്ടിലാണ്. ഇത് കണ്ടോ, നീല കോച്ചക്കുള്ളൊരു വണ്ടിയുണ്ട്. ഇത് ഗ്വാളിയറിന്ന് ബറോണിക്ക് പോകുന്നൊരു വണ്ടിയാണ്. നമ്മൾ നേരത്തെ വരാനത്തെ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ആ വണ്ടിയാണ് ഇത്. ഗ്വാളിയർ ബറോണി 2 നീല 3 ടയർ കോച്ചുണ്ട്, പഴയത് കള. നമ്മൾ നിസാമുദ്ദീൻ നിന്ന് വന്നപ്പോൾ ആ ഒരു സെയിം ലോക്ക് തന്നെയാണ് തിരിച്ചിവർ കൊണ്ടുപോകുന്നതും. അപ്പോൾ 35018 ഗാസിയാബാദ് WP5. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇതിൻ്റെ നെയിം ബോർഡിൽ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇത് കണ്ടോ, ഡൽഹിയുടെ ഇന്ത്യ ഗേറ്റും ഝാൻസി ലക്ഷ്മിബായിയുടെ ഒരു പടം ഇതവർ പെയിന്റ് ചെയ്തേക്കോട്ടോ, വരച്ചേക്കുവാണേ, പ്രിന്റ് ഒന്നും അല്ലാണ്ടോ, പെയിന്റിങ് കൊണ്ട് ചെയ്തേക്കുവാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കോച്ച് ഇതാണ്, പ്രഥം വാതാനുകൂലിത് കുർസിയാൻ, ഫസ്റ്റ് AC ചെയർ കാർ. അപ്പോൾ E1ലാണ് എൻ്റെ സീറ്റ് വന്നിരിക്കുന്നത്, E1. നമ്മുടെ കോച്ച് ഇതാണ്, നമ്മുടെ കോച്ച് എക്സിക്യൂട്ടീവ് ചെയർ കാർ. അപ്പോൾ നമുക്ക് ഇതാണ് 2x2 സീറ്റ്സ് ഉള്ള നല്ല അടിപൊളി സീറ്റുള്ള എക്സിക്യൂട്ടീവ് ചെയർ കാറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ സീറ്റ് 45. റിസർവേഷൻ ചാർട്ട് നോക്കിയപ്പോൾ ഇതിനകത്ത് കുറേ സീറ്റ് വേക്കുന്നുണ്ട്. എൻ്റെ ഈ അടുത്ത സീറ്റ് കാലിയാണ്. റിസർവേഷൻ ചാർട്ട് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ കയറിയിട്ട് നമ്മൾ ട്രെയിൻ നമ്പർ അടിച്ചാൽ മാത്രം മതി. പിന്നെ ട്രെയിൻ വിടുന്ന ഡേറ്റും അത് സെലക്ട് ചെയ്താൽ മതി. ചാർട്ട് അപ്പം തന്നെ വരും. പിന്നെ ചാർട്ട് നോക്കേണ്ടത് ട്രെയിൻ വിടുന്നതിന് 4 മണിക്കൂർ മുമ്പ് നോക്കണം. അതായത് ട്രെയിൻ വിടുന്നതിന് തൊട്ട് മുമ്പ് നോക്കണം. ട്രെയിൻ വിടുന്നതിന് 4 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രിപ്പയർ ആവും. ട്രെയിൻ വിടുന്നതിന് ഇപ്പോൾ ട്രെയിൻ 9 മണിക്ക് വിടുകയാണെങ്കിൽ 9 മണിക്ക് മുന്നേ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേക്കൻറ്റ് സീറ്റ്സ് എവിടെയൊക്കെയാണ് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എക്സിക്യൂട്ടീവിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സീറ്റ് നല്ല അടിപൊളി കുഷനാണ് കേട്ടോ, നല്ല അടിപൊളി, മറ്റേതിനെക്കാട്ടും നല്ല സുഖമുള്ളൊരു സീറ്റാണ്. പിന്നെ നല്ല അതിനെക്കാട്ടും ലെഗ് സ്പേസ് ഭയങ്കരമാണ് കേട്ടോ. ഇങ്ങനെ ചാരി നിവർന്ന് നമുക്ക് വേണേൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം. ട്രേ ടേബിളും സംഭവങ്ങളെല്ലാം ബാക്കി പോലെ തന്നെ സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല വലിയ വിൻഡോ ആണ്, മറ്റേ സാധാരണ യാത്രക്കാരെക്കാട്ടും വലിയ വിൻഡോ ആണ് കേട്ടോ. നല്ല വലുപ്പമുണ്ട്, നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഈ ഝാൻസിക്ക് ഒരു ലോക്കോ ഷെഡ് ഉണ്ട്. നേരത്തെ ഡീസൽ ലോക്കോ ഷെഡ് ആയിരുന്നു. അവരിൽ ഝാൻസിയിൽ കുറേ ആൽക്കോ ലോക്കോമോട്ടീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കൂടുതൽ ഇലക്ട്രിക് ലോക്കോസ് ആണ്. WP4, WAG5 അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ ഇപ്പം ഝാൻസി ഇടയിലുള്ളത്. 3 മണി 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഗതിമാൻ ഇങ്ങനെ മന്ദം ഝാൻസിയിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലിയാണ് കേസ്. എക്സിക്യൂട്ടീവ് ക്ലാസ് കണ്ടോ, ഒറ്റ മനുഷ്യല്ല. അവിടെ ആകെ 3 പേര് ഇരിപ്പുണ്ട്. ഇവിടെ പുറകെ 2 പേര് ഇരിപ്പുണ്ട്, വേറെ ആരുമില്ല. ഈ വിൻഡോ അടിപൊളിയായിട്ടോ, ഭയങ്കര ഓപ്പണാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു പുറത്ത് നമ്മൾ ട്രെയിനിന് പുറത്തിരിക്കുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു വിൻഡോ ആണ് കേട്ടോ, ഭയങ്കര വലിപ്പമാണ്. നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കാണാം. ആസ് യൂഷ്വൽ 1/2 ലിറ്ററിൻ്റെ റെയിൽ നീർ കിട്ടിയിരിക്കുകയാണ്. നമ്മളൊരു പാരലൽ റണ്ണ് നടത്തുകയാണ്, ഒരു NMG ആയിട്ട് ഓട്ടോമൊബൈൽ കാരിയർ. ഇവിടെ ഇഷ്ടം പോലെ ഇതേപോലെ ഓട്ടോമൊബൈൽ കാരിയർ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ സാധനത്തിനൊക്കെ അവർക്ക് നീല പെയിൻ്റ് അടിക്കാൻ അറിയാം. എന്നാൽ ബാക്കി സാധാരണ കോച്ചുകൾക്ക് അവർ എന്തിനാണ് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച് വൃത്തികേടാക്കുന്നത് എന്തോ. തിരിച്ചുള്ള യാത്രയിൽ റണ്ണിങ് ടൈം സെയിം ആണ്. ഇവിടെ നിന്ന് 3:05 എടുത്തിട്ട് വൈകിട്ട് 7:30 നിസാമുദ്ദീനെത്തും. അതായത് 4 മണിക്കൂർ 25 മിനിറ്റ്. നമ്മളിപ്പോൾ 1:30 അടിച്ച് മിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വീഡിയോയിലാണ് കേട്ടോ. എൻ്റെ ഈ സൈഡിലാണ് വെയിൽ കൊണ്ട് ഞാൻ ഈ സാധനം കുറച്ച് താത്തി വെച്ച്. ഈ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ സീറ്റ് ഞാൻ കണ്ടിട്ട് എനിക്കൊന്ന് വന്ദേ ഭാരതിൻ്റെ സീറ്റിലേക്കായിട്ട് കൊള്ളാം. നല്ല കംഫർട്ടുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു അപ്പോൾസ്ട്രി അവർ ചെയ്തിരിക്കുന്നത് നല്ല കംഫർട്ടാണ്. നമുക്ക് ഇരിക്കാനും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ആണ് ഇടയ്ക്കിടയ്ക്ക് ഉരുട്ടുന്നത്. നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് 12050 ആയിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ നേരത്ത് 12049 എന്നാണ്. അപ്പോൾ ഗ്വാളിയറിൽ നമുക്കൊരു 4 മണിയാകുമ്പോൾ എത്തും. ഗ്വാളിയറിലായിരിക്കും മിക്കവാറും വൈകിട്ടത്തെ ഈവനിങ് സ്നാക്സ് ഒക്കെ കിട്ടുന്നത്. ഇവിടെ ട്രാക്കൊക്കെ മുറിച്ച് ഇവിടെ എന്തോ ഭയങ്കര പണി നടക്കാം കേട്ടോ. ട്രാക്കൊക്കെ മൊത്തം ഒരു ഫുള്ള് മാറ്റിയിട്ട് എന്തോ വലിയ വർക്ക് നടക്കുകയാണ് ഇവിടെ. കണ്ട സെറ്റപ്പ് എന്തോ ഭയങ്കര സെറ്റപ്പാണ്. ട്രാക്കൊക്കെ അവർ ഫുള്ള് മാറ്റുവാണ്.
ഇതുണ്ട്, നമ്മളിപ്പോൾ സിന്ധ് നദി എന്നൊരു നദി കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യമുന നദിയുടെ ഒരു കൈവരിയാണ് ഈ ഒരു സിന്ധ് നദി എന്ന് പറയുന്നത്. എവിടേക്കോ ആരൊക്കെയോ ഏറി ഓവർടേക്ക് എടുക്കുന്നു. അപ്പുറത്തൊരു ഗുഡ്സ് കിടക്കുന്നു, ഇപ്പുറത്തൊരു ഗുഡ്സ് കിടക്കുന്നു. എന്തൊക്കെയാ അല്ലേ, എല്ലായിടത്തും ഗുഡ്സിൻ്റെ മേളം. നമ്മൾ ഏതിൻ്റെയൊക്കെയോ നടുവിലൂടെ പോകുന്നു. ഇതുണ്ട് ഒരു ടണൽ കണ്ടോ, അതായത് നമ്മൾ നേരത്തെ ആ ഗ്വാളിയർ കഴിഞ്ഞിട്ടൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇങ്ങനെ വളഞ്ഞു വരുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഡൗൺ ട്രാക്ക് അവരങ്ങനെ പഴയ രീതിയിലാണ്. പക്ഷേ അപ്പ് ട്രാക്ക് അവർ ടണലടിച്ച് പണിതിരിക്കുകയാണ്. ഡൗൺ ട്രാക്ക് എന്താ പണിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഡൗൺ ട്രാക്ക് ഇങ്ങനെ കറങ്ങി വരും. അപ്പ് ട്രാക്ക് നമ്മളിപ്പോൾ ടണലിലേക്കൂടെ പോയില്ല, ടണലിലേക്കൂടെ നേരെ അങ്ങ് പോകും. ഇവരിവിടെ രണ്ടാമതൊരു ട്രാക്ക് ഇവിടെ പണിയുന്നുണ്ട്. ഇനി അതിന് ടണലടിച്ച് പണിയോ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്നും അറിയത്തില്ല. എന്തായാലും അത് ടണ്ണ് വരുവാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വരേണ്ടി വരും. 4:13 ആയപ്പോഴേക്കും നമ്മൾ ഗ്വാളിയർ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ജലം എക്സ്പ്രസ് ആണ് കിടക്കുന്നത് കേട്ടോ. നമ്മളതിനെ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യും. ഇവിടെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, മഴയൊക്കെ പെയ്യും. നമ്മുടെ നാട്ടിൽ മഴയൊന്നുമില്ല, ഇവിടെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. ഇവിടെ കാണുന്ന ലോക്കോസിൽ ഇതേപോലെ ജാൻസിയുടെ WAP4, കാൺപൂറിൻ്റെ ഇവിടെ കൂടുതലും കാൺപൂർ ഷെഡിൻ്റെ WAP7 ലോക്കോസാണ് കാണുന്നത്. നമ്മുടെ മുന്നേ പോയ മറ്റേ ഖജുരാഹോ വണ്ടിയില്ല, അതിന് വേണ്ട ഓവർടേക്ക് അടിക്കാൻ വെക്കണ്ട, ചറപറ ഓവർടേക്കാണ്. നമ്മുടെ കാറ്ററിംഗ് ചേട്ടൻ 4:30 ആയപ്പോൾ വൈകിട്ടത്തെ സ്നാക്സ് കൊണ്ട് തന്നിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ് ആയിട്ട് കുറേ റിച്ച് ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. ആദ്യം തന്നെ ചായക്ക് വേണ്ടി കപ്പ് കൊണ്ട് തന്നു. പിന്നെ ഇതെന്തുവാ, ബദാം ആൽമണ്ട്സ് ഉണ്ട്. പിന്നെ രാവിലെ തന്ന പോലത്തെ മറ്റേ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ മറ്റേ കേക്ക് ഉണ്ട്, കേക്ക് ഇത് കണ്ടോ, ഇതെന്തോ അൻമോൾ എന്ന ബ്രാൻഡിൻ്റെ കേക്കൊക്കെയാണ്. ഇവർ ലോക്കൽ ബ്രാൻഡൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. ഇതും ഒരു ഡ്രിങ്ക് ഉണ്ട്. ഇതെന്ത് ഡ്രിങ്കാണ്, ഇതെനിക്കൊന്ന് ലെമൺ ജ്യൂസാണെന്ന് തോന്നുന്നു. ഇതെന്തോ മാനിയ, എല്ലാ ലോക്കൽ സാധനവും കേട്ടോ, മാനിയ. പിന്നെ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ ഫ്രിഡ്ജിൽ വെച്ച് എന്തോ ഒരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ചാണോ ബ്രെഡാണെന്ന് അറിയത്തില്ല. സാൻഡ്വിച്ച് നമ്മൾ നോൺ വെജ് പറഞ്ഞുകൊണ്ട് ചിക്കൻ്റെ എന്തോ ആണ്, ചിക്കൻ റോൾ, പൊട്ടാറ്റോ ഫിംഗർ ചിപ്സ്. അതെന്താന്ന് തുറന്നു നോക്കാം. സാൻഡ്വിച്ച് ഇതാണ് കേട്ടോ, കണ്ടിട്ട് നല്ല സോഫ്റ്റാണ്, കഴിച്ച് നോക്കട്ടെ. ഇനി തണുത്താണെങ്കിലും കൊള്ളാൻ കേട്ടോ. ഇതിനകത്താകെ സവാളയും തക്കാളിയും മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ റോൾ എന്ന് പറഞ്ഞ് 2 റോള് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റാണ്. അതിൻ്റെ മുകളിൽ 2 കഷ്ണം പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഒരു സാധനമുണ്ട്. കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കനാണ്. നമ്മുടെ ഇനിയൊന്ന് ചപ്പാത്തിയോ പൊറാട്ട അങ്ങനത്തെ സാധനമാണ്. കൊള്ളാം, അടിപൊളി. നമ്മളിപ്പം മധ്യപ്രദേശിന് രാജസ്ഥാനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച ആ പാലമില്ല, ആ പാലാണിത്. രാജസ്ഥാനിൽ കയറി. ഇത് എല്ലാ കോച്ചിലൊന്നും ഓട്ടോമാറ്റിക് ഡോർ എന്നുള്ള സംഭവമൊന്നുമില്ല കേട്ടോ. ഈ കോച്ചിലൊന്നും ഇല്ല. ഇത് അവരെങ്ങാണ്ട് സെറ്റ് ചെയ്തിട്ട് അത്ര സക്സസ്ഫുൾ ആയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് യൂസ് ചെയ്യാത്തത്. കാരണം അത് എക്സിസ്റ്റിംഗ് ഡോറിൽ ഓട്ടോമാറ്റിക് ഡോറിന് ഒരു മെഷീൻ കൊണ്ട് പിടിപ്പിച്ചാണ്. അപ്പോൾ അത് അത്ര റെഡിയായി കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അത് അവർ പിന്നെ അത് ഒന്നും വേണ്ടാന്ന് വെച്ചത്. ഗതിമാൻ്റെ കോച്ചെല്ലാം റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ ഉണ്ടാക്കിയാണ്. ഇത് ഉണ്ടാക്കിയത് ഓഗസ്റ്റ് 2015 ഈ ഗതിമാൻ എക്സ്പ്രസ് ശരിക്കും ശതാബ്ദി കാറ്റഗറി വരുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് ഇതിന് ഡൈനാമിക് ഫെയറിംഗ് ആയിരിക്കും. പ്രീമിയം വണ്ടിയാണ്, ഡൈനാമിക് ഫെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കൂടുന്തോറും പൈസ കൂടും. അപ്പോൾ അതാണ് ഗതിമാൻ്റെ ഒരു പ്രത്യേകത. ശതാബ്ദി കാറ്റഗറി ആട്ടോ. സമയം 5:36. ആഗ്ര കണ്ടോൺമെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഗ്ര ചാവനി, കണ്ടോൺമെൻറ്റിൻ്റെ ഹിന്ദിയിൽ ചാവനി എന്നാണ് പറയുന്നത്. ആഗ്രയിൽ നമ്മുടെ വണ്ടി 2 മിനിറ്റ് നേരത്തെ എത്തി കേട്ടോ. ഇവിടെ ഫുൾ നല്ല ആൾക്കാരുണ്ട്. കാരണം കുറേ വണ്ടികൾ വരുന്ന സമയം തോന്നുന്നു. അപ്പുറത്ത് കിടക്കുന്ന വണ്ടി റായ്ഗഡ് എന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു വണ്ടിയാണ്. നിസാമുദ്ദീൻ റായ്ഗഡ്. ആഗ്ര കഴിഞ്ഞ് നമ്മളുടെ 160 കയറാൻ പോകണം. പിന്നെയും 141 ആയി, 141, 143. ഇപ്പോൾ 160 കയറി ഗൈസ്. 160 പിന്നെയും കയറി. നമ്മളങ്ങനെ 160ൽ പറക്കുവാണ് ഇനി. അയ്യോ, അടിപൊളി. നമ്മൾ ആഗ്രയിൽ നിന്ന് വെട്ടി തുക്ലക്കാബ് എന്ന സ്ഥലം വരെ ഇനി 160 kmph ആണ്. അതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചവിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ 160 എന്ന് പറഞ്ഞ് പിടിച്ച് പോകും. ഇങ്ങനെ ജാൻസിക്ക് പോകാൻ നേരത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഡൽഹിക്ക് പോകാൻ നേരത്ത് ഈ കോച്ചിന് എന്തോ ഒരു പ്രശ്നം, ഇങ്ങനെ കടന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് കോച്ചിൻ്റെ ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ കയറിയ കോച്ചിന് ഇങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. ഗതിമാൻ എക്സ്പ്രസ് വന്നിട്ട് ഇപ്പോൾ 10 കൊല്ലമായി. അന്നും 160 kmph ആണ്, ഇന്നും 160 kmph ആണ്. നമ്മളതിൽ നിന്ന് അപ്ഗ്രേഡ് ആവാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ടോപ്പ് സ്പീഡ് 160 ആണ്.
മഞ്ചേരി മോളിൽ ഒറ്റ വണ്ടി പോലും ഇല്ല. അപ്പോൾ ഒരു 200 നമ്മുടെ വന്ദേ ഭാരതൊക്കെ 200 km/h ഓടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ എനിക്ക് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു സ്പീഡ് അപ്ഗ്രഡേഷൻ എന്തായാലും വരും. എന്തായാലും ഒരു 2 കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വരും. 6 മണിന് നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അത് ഇനി താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ് അടിപൊളിയാണ്. നമ്മൾ മധുര ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുരയ്ക്ക് അടുത്താണ് വൃന്ദാവനൊക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ മധുരയിൽ ഈ 2 ലൈൻ വന്ന് കയറുന്നതല്ലേ, ഈ മറ്റേ കോട്ടയെന്നൊക്കെ വരുന്ന ലൈനൊക്കെ വന്ന് കയറുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പയ്യാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ലൈനൊക്കെ ചേഞ്ചായി മെയിൻ ലൈനിൽ കയറി ടൈം സ്പീഡ് എടുക്കത്തുള്ളൂ. 2 വണ്ടിയുടെ നടക്കൂടെ എങ്ങനെയൊക്കെയോ പോകുന്നുണ്ടോ. ഒരു വണ്ടി ഇവിടെ, ഒരു വണ്ടി അവിടെ, എങ്ങനെയൊക്കെ എല്ലേ കൂടെ ഒക്കെയാണോ പോകുന്നത് എന്തോ. ഇവിടേക്ക് ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ, പിന്നെ ഈ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്തോരം ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ. ഇവർ അതിനിടയ്ക്ക് ഇവിടെ ഒരു വണ്ടിയെ പക്ക കൺട്രോൾ ചെയ്യുന്ന സമ്മതിക്കണവരെ. നമ്മളവിടെ വെച്ചെൻ്റെ തിരുനെൽവേലി കട്ര ആ ഒരു എക്സ്പ്രസ് ഇല്ലേ, അതിന് വേണ്ട ഇവിടെ ചോട്ടേക്കടിക്കുകയാണ്. ആ കിടക്കുന്ന വണ്ടി കണ്ടതാ, തിരുനെൽവേലി ശ്രീമാതാ വൈഷ്ണോദേവി കട്ര. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ നമ്മൾ കണ്ട വണ്ടിയെല്ലാം ഗതിമാൻ ഓവർടേക്ക് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ അടുത്ത വണ്ടി ഓവർടേക്ക് അടിക്കുകയാണ്. ഇത് ഏത് വണ്ടിയൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. ഇത് വേറൊരു വണ്ടിയാണ്, അതിനെ ഓവർടേക്ക് അടിക്കുക കേട്ടോ. അപ്പുറത്തോടെയും ഇപ്പുറത്തോടെയും വണ്ടി ഭയങ്കരം തന്നെ. നമ്മൾ ഡൽഹി എത്താറായി, തുക്ലക്കാബാദായി. അങ്ങനെ 160 km/h ആക്ഷനൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. പക്ക ടൈമാട്ടോ, എങ്ങും ഡിലേ ഇല്ല, നല്ല ഓട്ടമാണ്. അത് മുന്നിൽ പോകുന്ന വണ്ടികളെല്ലാം ഒതുക്കിയിട്ടല്ലേ പോണേ. 7:40 ആയപ്പോഴേക്കും നമ്മുടെ ഗതിമാൻ എക്സ്പ്രസ് തിരിച്ച് സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് കിടക്കുന്ന വണ്ടി നമ്മുടെ ബാംഗ്ലൂർ രാജധാനിയാണ്, കർണാടകയുടെ സ്വന്തം രാജധാനിയാണത്. നിസാമുദ്ദീൻ ബംഗളൂരു. ട്രെയിൻ എത്തുമ്പോൾ നമ്മുടെ ഈ പോർട്ടർ ചേട്ടന്മാരൊക്കെ വന്നിട്ട് എല്ലാവരുടെയും പെട്ടിയൊക്കെ എടുക്കും. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ല, അതേപോലെ അല്ലേ. അപ്പോൾ നാളെ നമ്മൾ ഷിംലയ്ക്ക് പോവാണ്. ഷിംലയ്ക്ക് പോകുന്നത് ഒരു പ്രീമിയം ട്രെയിനിലാണ്, ന്യൂഡൽഹി കൽക്ക ശതാബ്ദി. അപ്പോൾ ശതാബ്ദിയിലാണ് ഷിംലയ്ക്ക് പോകുന്നത്, കൽക്കയ്ക്ക് പോകുന്നത്. കൽക്കയിലാണല്ലോ ഷിംലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗതിമാൻ എക്സ്പ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഷിംലയ്ക്ക് പോകുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.